ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ദിസ് ഈസ് അഡ്വക്കേറ്റ് അമീർ ഷാ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ മ്യൂസിക് പഠിക്കുകയാണെങ്കിൽ ആധികാരികമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് രാഗങ്ങളെ ബേസ് ചെയ്തിട്ട് ഓരോ പാട്ടുകളും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊക്കെ പഠിക്കുന്നത് മഞ്ചേരി ആവാസ് മ്യൂസിക് അക്കാഡമിയിലാണ്. അവിടെ നമുക്ക് ആധികാരികമായിട്ട് 10 രാഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 10 രാഗങ്ങളിൽ ഒരു രാഗമാണ് ശിവരഞ്ജിനി എന്ന് പറയുന്നത്. ഈ ശിവരഞ്ജിനി എന്ന് പറയുന്ന രാഗം വളരെ നല്ല ഫീലോട് കൂടി നമുക്ക് കേൾക്കാനും ആസ്വദിക്കാനും പറ്റും. ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് അതിൻ്റെ കീ ഒന്ന് പ്ലേ ചെയ്തു തരാം. സ സ ഗ പ ധ സ സ ധ പ ഗ രേ സ സ രെ ഗ പ ധ സ സ ധ പ ഗ രേ സ. ഇതിന്റെ ബേസിക് കീ ആണത്. ഇതില് ധാരാളം പാട്ടുകളുണ്ട്. അപ്പൊ നമ്മൾ ഓരോ പാട്ടും പഠിക്കുമ്പോൾ ആ രാഗത്തെ ബേസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് കീബോർഡ് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. ഇപ്പം ഞാൻ വളരെ ചെറിയ ഒരു വളരെ ബേസിക് ലെവലിൽ മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പരിചയപ്പെടുത്തുന്നതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കേൾക്കാനും പറ്റും, എനിക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പഠിക്കാനും പറ്റും. സോ അതിൻ്റെ ബേസിക് കീസ് എന്നത് സ രെ ഗ പ ധ സ സ ധ പ ഗ രേ സ സ ഗ സ രി ഗ പ ധ സ സ സ ധ സ ധ ര ഗ രേ സ. ഈ ശിവരഞ്ജിനി മ്യൂസിക്കിനെ രാഗത്തെ ആസ്പദമാക്കിയിട്ട് ധാരാളം ഹിന്ദി പാട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ജാനെ കഹാ ഗയേ വോ ദിൻ कहते थे तेरे राह में. അത് നമുക്ക് പാടി പാടി നോക്കാം. जाने कहा कहे वो दिन कहते थे तेरे राह नजरों के हम बिछाएंगे चाहे कदम ഇത് തന്നെ നമുക്ക് പല മ്യൂസിക് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് പാടാൻ പറ്റും. ഇപ്പൊ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഒറ്റ ടോണാണ്. അതായത് നമുക്ക് 100 വരെ 101 വരെയുള്ള ടോണൊക്കെ ചെറിയ കീബോർഡിൽ കിട്ടും. അപ്പൊ അതിൽ ഒരു ടോൺ മാത്രമാണ് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഓരോന്നും നമുക്ക് നൽകുന്ന ഫീൽ ഡിഫറെൻ്റ് ആണ്. ഇനി ഇതേ പാട്ട് നമുക്ക് വേറൊരു ടോണിൽ വായിച്ച് നോക്കാം.
നമുക്ക് ഏത് ടോണാണ് നിങ്ങൾക്ക് സ്വീറ്റ് ആയിട്ട് തോന്നുന്നത്, നിങ്ങളുടെ മൂഡിനനുസരിച്ച് നിങ്ങൾക്ക് ടോൺ മാറ്റിയിട്ട് അതങ്ങനെ പ്ലേ ചെയ്ത് കൊടുക്കുക. ദ ഗുഡ്നെസ് അബൌട്ട് മ്യൂസിക് ഈസ് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവും. അതുപോലെ തന്നെ ഓരോ നിമിഷത്തിലും നിങ്ങൾ ഓരോ പാട്ട് വിവിധ തരം മ്യൂസിക്കിലൂടെ കേട്ട് കഴിഞ്ഞാൽ യു ക്യാൻ എൻജോയ് ദ മ്യൂസിക് ഇൻ ഡിഫറെൻറ്റ് ട്യൂൺസ് ഇൻ ഡിഫറെൻറ്റ് മോഡ്സ്. ഇനി ഇത് തന്നെ നമുക്ക് വേറെ ഒന്ന് നോക്കാം. जाने कहाँ गए वो दिन कहते थे तेरी राह में नजरों के हम भी चाहेंगे चाहे तेरे ला 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 ला. ഇതൊന്ന്. ഇനി അടുത്തത് നമുക്ക് വേറെ നോക്കാം, വേറെ മ്യൂസിക്. കണ്ടോ, ഇതിൻ്റെ ടോൺ ടോട്ടലി മാറി. ഇനി അടുത്തത് നമുക്ക് വേറെ നോക്കാം. കണ്ടോ, നമ്മൾ ഹാർമോണിയം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് ടോൺസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ സ്ഥാനത്ത് നിങ്ങൾ കീബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രമാത്രം നല്ല കീബോർഡാണ് നിങ്ങൾ കയ്യിലുള്ളത് അതിനനുസരിച്ച് വളരെ ബ്യൂട്ടിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് വായിക്കാൻ കഴിയും. ഇപ്പം ഞാൻ വായിക്കുന്നത് എന്താ പറയുക, നമുക്ക് ട്രെയിനിങ് ചെയ്യുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ ഓരോ ടോണും പഠിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയ ഏറ്റവും ചെറിയ കീബോർഡിലാണ് ഞാൻ വായിക്കുന്നത്. ഇത് ഞാൻ മാഷെടുത്ത് പഠിക്കാൻ പോകുമ്പോൾ അവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള കീബോർഡാണിത്. ഇത് ഒരു 5000-5500 രൂപക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഉപയോഗിക്കാൻ കാരണം വളരെ ഹാൻഡിയാണ്, നമുക്ക് കൊണ്ട് നടക്കാനും കയ്യിൽ പിടിച്ച് നടക്കാനും വളരെ ലോ വെയിറ്റ് ആയത് കാരണമാണ് നമ്മളിത് വാങ്ങുന്നത്. അതേ അവസരത്തിൽ ഓരോ മ്യൂസിക്കും നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് കീസ് ഉപയോഗിക്കണമെങ്കിൽ വളരെ ഭാരം കൂടിയ ഹാർമോണിയമോ വലിയ കീബോർഡൊന്നും നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല. സോ ദിസ് ഈസ് മോർ ഹാൻഡി ആൻഡ് ഈസി ടു യൂസ്. ഇനി വേറൊന്ന് നോക്കാം. ഇതൊരു ടോണ്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ ടോണിലേക്ക് ചെന്നുകൊണ്ട് ആ പാട്ടിനെ വായിച്ചെടുക്കാനും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രാഗത്തെ എടുത്തിട്ട് നിങ്ങൾക്ക് പല ടോണിൽ വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കീബോർഡ് കൊണ്ടുള്ള ഗുണം. ഇപ്പോൾ യമഹ പോലുള്ള കീബോർഡൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ ഭംഗിയിൽ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ചെറിയ കീബോർഡും ഒരു ഹാർമോണിയം മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് വേറെ നോക്കാം. ഇത് ഏകദേശം ഒരു ഹാർമോണിയം ടോൺ വരുന്നുണ്ട്.
जाने कहाँ गए वो दिन, कहते थे तेरी राह में नजरों के हम बिछाएंगे, चाहे गगन भी तुम रहो, जाएंगे हम तुमको ना पाएंगे, जाने कहाँ. ഇനി വേറെ ഒരു മ്യൂസിക് നോക്കാം. നിങ്ങൾ ഇരിക്കുന്ന ഒരു ജോഗ്രഫി, നിങ്ങളിരിക്കുന്ന പ്രകൃതി, അതുപോലെ നിങ്ങളുടെ അപ്പത്തെ ഫീല്, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഈ മ്യൂസിക്കിൻ്റെ ട്യൂണ് മാറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ വളരെ വിശാലമായ ഒരു പൊതു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ മേ ബി ദിസ് ടോൺ ഈസ് വെരി ഗുഡ്. ഇനി വേറെ നോക്കാം. Nice, this is also very good. This is very sweet. നമ്മളിങ്ങനെ ഓരോന്ന് ശ്രമിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് കിട്ടുന്നത്. അൾട്ടിമേറ്റ്ലി ഏത് രാഗമാണെങ്കിലും നിങ്ങൾ വായിക്കുന്നത് ശിവരഞ്ജിനി രാഗമാണ്. ശിവരഞ്ജിനി രാഗത്തിൽ ഇപ്പോൾ ഇന്നുള്ള ഏത് പാട്ട് നിങ്ങൾക്ക് വായിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന ഏത് സുഖം തോന്നുന്ന മ്യൂസിക് നിങ്ങൾക്ക് വായിച്ചെടുക്കാം. നോട്ട് നെസസറി ദാറ്റ് യു ഷുഡ് സിംഗ് എ പെർട്ടിക്കുലർ സോങ്. ഒരു സംഗീതം പാടി മാത്രമേ, ഒരു പാട്ട് പാടി മാത്രമേ നമുക്ക് കീബോർഡ് വായിക്കുക എന്നൊരു നിയമം എവിടെയില്ല. എനിക്ക് തോന്നുകയാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു ടോണിൽ എനിക്ക് ശിവരഞ്ജിനി വായിക്കണം. അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് ശിവരഞ്ജിനി എന്ന് ചോദിച്ചാൽ ഇതാണ് ശിവരഞ്ജനി. ഇതാണ് അതിൻ്റെ പിന്നെ കോടി എന്ന് പറയുന്നത്.
ഇതിപ്പോ നമുക്ക് ഒരു രാഗത്തെ നമുക്ക് പല പിന്നെ ട്യൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇപ്പോ മുമ്പ് ആരോ ഉണ്ടാക്കിയ ഒരു രാഗത്തില് അല്ല ഒരു രാഗത്തെ ബേസ് ചെയ്തൊരു പാട്ട് നമ്മൾ ഉണ്ടാക്കി എന്ന് വായിച്ച് അത് കേട്ട് നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ നമ്മള് ജാനെ കഹാ ഗയേ വോ ദിൻ ഉണ്ടോ ഭംഗിയിൽ വായിച്ചെടുക്കാൻ പറ്റും. സോ ഏത് പാട്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ രാഗം അല്ലെങ്കിൽ ആ പാട്ട് ഏത് രാഗത്തിലാണ് അത് ഫോം ചെയ്ത് നോക്കണം. ഇതാണ് ഒരു പാട്ടിനെ നമുക്ക് വായിച്ചെടുക്കാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ്. നമ്മൾ പല ആളുകളും 10ഉം 20ഉം വർഷമൊക്കെ ആയിട്ട് നമ്മൾ വായിക്കുന്നുണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ പഠിക്കേണ്ടത് ഏത് പാട്ടും ഒരു രാഗത്തെ ബേസ് ചെയ്താണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇപ്പോ ഡബ്സിയുടെ പാട്ടൊക്കെ ഏത് രാഗമാണ്? അതൊന്നും രാഗമായിട്ട് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ പഴയ പാട്ടുകൾ പഴയ ആളുകൾ രാഗം ഫോളോ ചെയ്ത് പിന്നെ പാട്ട് രചിച്ച ആളുകളുണ്ട്. ഇപ്പോ ജാനേ കഹാ ഇതെല്ലാം ധാരാളം പിന്നെ പാട്ടുകൾ ഈ ശിവരഞ്ജിനി രാഗത്തിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് എളുപ്പമുള്ള കേൾക്കാൻ സുഖമുള്ള നല്ലൊരു പാട്ട് ഞാൻ തിരഞ്ഞെടുത്തു എന്ന് മാത്രം. എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇത് ബേസിക്കലി ശിവരഞ്ജിനി രാഗമാണ്. നമുക്ക് കേൾക്കാൻ വളരെ സുഖമുള്ള ഏറ്റവും നമുക്ക് മടുപ്പ് തോന്നാതെ യാത്രയിലൊക്കെ കേൾക്കാൻ പറ്റുന്ന പാട്ടാണ്. അതുകൊണ്ട് ഏത് നല്ല കീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ജാനേ കഹാ ഗയേ വോ ദിൻ कहते थे तेरी राह में नजरों की हम मिलाएंगे चाहे कहीं तुम चाहेंगे तुमको उम्र भर तुमको न भूल पाएंगे जाने कहाँ ആ പാട്ടിന്റെ വരികൾ അങ്ങനെ കേട്ട് ഇങ്ങനെ വായിച്ച് പോവുക. അത്രേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി നിങ്ങൾ ആ രാഗത്തിൽ നിന്നായിരിക്കണം നിങ്ങളത് വായിക്കുന്നത്. നമുക്ക് തോന്നും പോലെ മറ്റുള്ള കീസ് ഉപയോഗിക്കരുത്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ ശിവരഞ്ജിന്റെ കീസ് ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പാട്ട് ഏതാ മനസ്സിലാവും. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ശിവരഞ്ജിനി രാഗം പറയുന്നില്ല, ഞാൻ ആ ഹിന്ദി പാട്ട് ഏതാന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളത് വായിച്ചു തുടങ്ങാണ്. ഇതിന്റെ കീ നമ്മൾ റിവേഴ്സ് മോഡ്ന്ന് ഇപ്പൊ എന്താ നമുക്ക് ബേസിക് ആ മ്യൂസിക് जाने कहाँ गए वो दिन कहते थे तेरा हमें नजरों की हम बिताएंगे जाने कहाँ भी तुम ആ വരികൾ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ രാഗത്തിലൂടെ നമുക്ക് പോകണമെങ്കിൽ അൾട്ടിമേറ്റ്ലി ആ രാഗത്തിന്റെ കീസ് മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ പാട്ടിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ പാട്ടിലൂടെ സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ എനിക്ക് ആ പാട്ട് കംപ്ലീറ്റ് വരികൾ എനിക്ക് അറിയില്ല. നമ്മൾ നോക്കി വായിക്കും അല്ലെങ്കിൽ പാടും എന്നല്ലാതെ ഐ ഡോണ്ട് നോ എനി പർട്ടിക്കുലർ ലൈൻ ബൈ ഹാർട്ടായിട്ട് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഈ രാഗത്തിന്റെ കീസ് അറിയുന്നത് കൊണ്ട് നമുക്ക് അതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ രാഗത്തിന്റെ പല ടോണിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ
ഒരു കേൾവിക്കാരൻ എന്ന രൂപത്തിൽ നമുക്ക് അവരെ എന്റർടൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സ രി ഗ പ ധ സാ സാ ധ ധ രി സ. ഇനി വേറൊരു ടോൺ നോക്കാം. ഇത്രയും ഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ അടുത്ത മ്യൂസിക് നമുക്ക് നോക്കാം. അപ്പോൾ ശിവരഞ്ജിനി രാഗം ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ശിവരഞ്ജി രാഗത്തിന്റെ കീസ് നോക്കാം. സ രി ഗ പ ധ സാ